വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു ആശ്രമത്തിലേക്ക് ഡേവിസും ആൻ്റണിയും കൂടി എത്തുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയെ കണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ്. ആ ഒരു പിന്നെ ആശ്രമത്തിൽ സ്വാമിയാണെങ്കിൽ ചാരിറ്റിയൊക്കെ കാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നാണല്ലോ പറയുന്നത്. അതുപോലുള്ളൊരു ആശുപത്രി നടത്താനാണല്ലോ ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നിലം നികത്താനുള്ള ഓർഡർ തരാനായിട്ട് കളക്ടർക്കേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കളക്ടർ ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ കളക്ടർ ശാലിനി എന്നിങ്ങനെ സുസ്മിത ഒന്നും കൂടി പറയുമ്പോൾ അത് ഇടഞ്ഞു നിൽക്കുന്നതും അവരാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ കളക്ടർ ശാലിനിയാണോ നിങ്ങൾക്ക് ഒതുക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ അവർ പറയുകയാണ്. അപ്പോൾ സുസ്മിത വീണ്ടും ആ ഒരു രംഗത്തേക്ക് വരുമായിരിക്കും. അതിന് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ശാലിനിയെ കാണാനും ഒക്കെ ആയിട്ട് അതിന് എന്താണെന്നുള്ളത് അറിയുന്നില്ല. സുസ്മിതയുടെ ഉള്ളിൽ കുറേ രഹസ്യങ്ങളുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അതിന് വഴി അറിയാമായിരിക്കും. അതേസമയം അവിടെ രേഷ്മയ്ക്കാണെങ്കിൽ ആ ഒരു നേഴ്സാണെങ്കിൽ ആ ഒരു ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഹൃദയം ആർക്കാണ് കൊടുത്തത് എന്നുള്ളത്. അതിൽ ശിവൻ്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ കണ്ടിട്ട് ശിവൻ്റെ ഫോട്ടോ ഇങ്ങനെ രേഷ്മ ഇങ്ങനെ എടുത്ത് ആ ഹോസ്പിറ്റലിൻ്റെ വെളിയിലാണ് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ശിവൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുന്നു. രേഷ്മ ഈ ഫോട്ടോയിൽ നോക്കുകയാണ്. പക്ഷേ രേഷ്മ ശിവനെ കാണുന്നതായിട്ട് അവിടെ കാണിക്കുന്നില്ല. ഇനി ശിവൻ മിക്കവാറും ഇനി ചന്ദ്ര പറഞ്ഞനുസരിച്ച് പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ പ്രകാശിനെ അന്വേഷിച്ച് വന്നതായിരിക്കണം. അപ്പോഴും മനസ്സിലാവും ഇനി മഹേന്ദ്രൻ്റെ ചതിയാണോ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. പ്രകാശിനെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുമായിരിക്കും. ലാസറിൻ്റെ കൂടെ മഹേന്ദ്രൻ പ്രകാശനെ പിന്നെ ഹോസ്പിറ്റലിലാക്കാനാണല്ലോ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടത്. അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.